ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 5th ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന പാഠഭാഗത്തിലെ 73 തുടങ്ങി 77 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. ഇൻ ദിസ് ലെസൺ വി വിൽ ഡിസ്കസ് ദ ഹിസ്റ്ററി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. This lesson elaborates on the importance of fundamental rights, the writs issued for their protection, the directive principles of state policy, the differences between fundamental rights and directive principles, and fundamental duties. ഓരോന്നും ക്വസ്റ്റൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റൻ ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലികാവകാശങ്ങൾ എന്താണെന്ന് നിർവചിക്കുക. ആൻസർ, ദർ ആർ സർട്ടൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ദാറ്റ് ആർ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആസ് human rights and that are essential to the dignity, liberty and survival of citizens in a democratic system. Fundamental rights are such rights recognized, protected and enforced by states. അതായത് അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്മാരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. വെൻ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കം ഇൻ ടു എക്സിസ്റ്റൻസ്? ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എപ്പോഴാണ്? ആൻസർ, ഓൺ ഡിസംബർ 6, 1946. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മെൻറ്റ് ബൈ ഹ്യൂമൻ റൈറ്റ്സ്? മനുഷ്യാവകാശങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ, ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് ദാറ്റ് പ്രൊട്ടക്ട് ദ ഡിഗ്നിറ്റി ആൻഡ് ഇൻഡിവിജ്വാലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് യൂണിവേഴ്സലി. അതായത് സാർവത്രികമായ മനുഷ്യരുടെ അന്തസ്സും വ്യക്തിത്വവും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദ ഫസ്റ്റ് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഇൻ ദ വേൾഡ് ടു റെഫർ ടു സിവിൽ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്? പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും കുറിച്ച് പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏതാണ്? ആൻസർ, മാഗ്ന കാർട്ട. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മെൻറ്റ് ബൈ ദ ടേം മാഗ്ന കാർട്ട? മാഗ്ന കാർട്ട എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ, ദ ടേം മാഗ്ന കാർട്ട മീൻസ് ബിഗ് ഡോക്യുമെൻ്റ്. മാഗ്ന കാർട്ട എന്ന പദത്തിൻ്റെ അർത്ഥം വലിയ പ്രമാണം എന്നാണ്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട എന്താണെന്ന് നിർവചിക്കുക. ആൻസർ, ദ മാഗ്ന കാർട്ട ഈസ് ദ ഏർലിയസ്റ്റ് റിട്ടൺ ഡോക്യുമെന്റ് ഓഫ് റൈറ്റ്സ് ഇൻ ബ്രിട്ടൻ. ദ ടേം മാഗ്ന കാർട്ട മീൻസ് ബിഗ് ഡോക്യുമെന്റ്. ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഡിക്ലെയറിംഗ് ദാറ്റ് ദ കിങ് ആൻഡ് ഹിസ് ഗവൺമെന്റ് ആർ നോട്ട് എബവ് ദ ലോ. അതായത് ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. വലിയ പ്രമാണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ദാറ്റ് ലെഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് നയിച്ച മനുഷ്യ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ ഏതൊക്കെയാണ്? ഇത് പേജ് നമ്പർ 75 ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ആൻസറാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മാഗ്ന കാർട്ട 1215. ദ ഫസ്റ്റ് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഇൻ ദ വേൾഡ് ടു റെഫർ ടു സിവിൽ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്. പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ. നെക്സ്റ്റ് വൺ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് 1789. ബിൽ ഓഫ് റൈറ്റ്സ് മെൻഷൻഡ് ഇൻ ദ വേൾഡ്സ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കൻ അവകാശ പത്രിക എന്നാണ് പറയുക. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശരേഖ. നെക്സ്റ്റ്, ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആഫ്റ്റർ ദ ഫ്രഞ്ച് റെവല്യൂഷൻ, ദാറ്റ് ഈസ് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ 1789. അതായത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. ബിൽ ഓഫ് റൈറ്റ്സ് ഡിഫൈനിങ് ഹ്യൂമൻ റൈറ്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ നേഷൻസ് ഓഫ് ദ വേൾഡ്. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണം. ലാസ്റ്റ് വൺ, യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ബിൽ ഓഫ് റൈറ്റ്സ് ഇഷ്യൂഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ബൈ ഓൾ മെമ്പർ സ്റ്റേറ്റ്സ്. അതായത് എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശരേഖ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are the factors that influenced the framers of the constitution to include fundamental rights in the constitution of India? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ഭരണഘടനാ ശില്പികളെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ നോക്കാം. ഡിനയൽ ഓഫ് റൈറ്റ്സ് ദാറ്റ് ദ ഇന്ത്യൻ പീപ്പിൾ ഹാഡ് ടു സഫർ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ. കോളനി ഭരണകാലത്ത് ഇന്ത്യക്കാർ അനുഭവിച്ച അവകാശ നിഷേധങ്ങൾ. എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഇൻ ദ വേൾഡ്, ലോക സാഹചര്യങ്ങൾ.
ദ വാല്യൂസ് അപ്ഹെൽഡ് ബൈ ദ ഫ്രീഡം സ്ട്രഗിൾ, സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ. ദ ഐഡിയാസ് ഓഫ് ദ ഇന്ത്യൻ റിനൈസൻസ് മൂവ്മെൻറ്റ്, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ. ദ റൈറ്റ്സ് മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അതർ കൺട്രീസ്, മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശങ്ങൾ. ദ ബിൽ ഓഫ് റൈറ്റ്സ്, മൗലിക അവകാശങ്ങളുടെ നാൾവഴികളായ അവകാശരേഖകൾ. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഷ്രൈൻഡ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ, പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലാണ് മൗലികാവകാശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത്. ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.